ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനൊരു അവസരം കൂടി ലഭിച്ചതോടത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമുക്ക് എത്രമാത്രമാണ് ഉപകാരം ചെയ്യുന്നതെന്ന് നാം ഒന്ന് അക്കമിട്ട് എഴുതി വെച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കുന്തോറും നാം ദൈവത്തിന് നന്ദി പറയണം. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവം നാം അതൊന്നും ഗണ്യമാക്കുന്നില്ല എന്നാണ്. നാം പറയും പോലെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടിയാൽ അന്നേരത്തേക്ക് ദൈവത്തോട് നമുക്ക് സന്തോഷവും നാം ഒരു നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും നിലയിൽ നമുക്ക് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ സാധിക്കാതെ വന്നാൽ പിന്നെ നമുക്ക് ദൈവത്തോട് പിറുപിറുപ്പും പിണക്കവും ഒക്കെയാകും, അകൽച്ചയാകും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. സ്തോത്രം. അങ്ങനെയുള്ള മനുഷ്യരുടെ അവിശ്വാസവും അനുസരണക്കേടും മുഖാന്തരം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ 40 സംവത്സരം മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിളിലെ 4-ാമത്തെ പുസ്തകമായ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം. ദൈവത്തോട് മറുതലിക്കുന്നതും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നതും ദൈവത്തെ കോപിപ്പിക്കുന്നതും പിറുപിറുക്കുന്നതുമായ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജനത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം എത്ര വലിയ ഉപകാരം ചെയ്തിട്ടും അത് കണക്കിടാതെ പിന്നെയും ദൈവത്തോട് മത്സരിക്കുന്നത്, ദൈവത്തിനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ മുന്നിൽ നിന്ന് നയിച്ച മോശയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം മോശ ദൈവത്തോട് പിണങ്ങുക പോലും ചെയ്തു. എന്തിനാണ് എന്നെ വലച്ചതെന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കൂട്ടം ജനം, അവിശ്വാസമുള്ള ജനം, പ്രത്യേകമായിട്ട് ഒരു നന്ദിയും പ്രകടിപ്പിക്കാത്ത ഒരു ജനം, അവരെ എങ്ങനെ നയിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. മിസ്രൈമിലെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മനസ്സറിഞ്ഞ് മോശയെ അവിടെ അവരുടെ വിമോചകനാക്കി അയച്ച് കൊണ്ടുവരുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഫറവോൻ അവരെ വിട്ടയക്കുന്ന സന്ദർഭമൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ മുമ്പിലെത്തിയ ജനം മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ നിലവിളിച്ചത് നമുക്കറിയാം. സ്തോത്രം. ആ ചെങ്കടലിനെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കി അതിൽ കൂടി അക്കരെ കടത്തിയ ദൈവത്തെ അവർ വേഗം മറന്നുപോയി. മാത്രവുമല്ല, അവരെ പിന്തുടർന്ന മിസ്രൈമ്യ സൈന്യത്തെയും ഫറവോൻ രാജാവിനെയും അവരുടെ വിലയേറിയ രഥങ്ങൾ, കുതിരകൾ, സർവത്തെയും ദൈവം അതേ ചെങ്കടലിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നതും അവർ കണ്ടതാണ്. സ്തോത്രം. എന്നിട്ടും ദൈവത്തെ വിശ്വസിക്കുകയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു നന്ദി പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ പിന്നെയും മത്സരം നടത്തുന്ന ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. 11-ാം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. മോശയോട് ദൈവം പറയുന്നത്, എൻ്റെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവം മോശയോട് സംസാരിക്കുവാൻ തക്കതായൊരു കാരണമുണ്ടായി. ഈ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 2 വർഷം കഴിഞ്ഞു.
അവർ സീനായി മരുഭൂമിയിൽ പാളയമിറങ്ങി അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. സ്തോത്രം. 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി സീനായി പർവ്വതത്തിൽ നിന്ന് അവരവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെട്ട് അവർ പാറാൻ മരുഭൂമിയിൽ വന്ന് അവരുടെ ടെൻ്റ് അടിച്ചു, അവരുടെ പാളയം അടിച്ചു. സ്തോത്രം. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇറച്ചി തിന്നണമെന്ന് ആഗ്രഹമുണ്ടായി. ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ഞങ്ങൾക്കിപ്പോൾ ഇറച്ചി വേണം. ഈ മരുഭൂമിയിൽ ഇറച്ചി എവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിറുപിറുക്കുവാനും മോശയോടും ദൈവത്തോടും വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ ആമേ നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. എന്നാൽ മോശ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ഈ സന്ദർഭത്തിൽ നിന്റെ കൈ പ്രവർത്തിക്കണം. അങ്ങനെ മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇതാ ആ 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസവുമല്ല, 10 ദിവസവുമല്ല, 20 ദിവസവുമല്ല, ഒരു മാസം മുഴുവനും തന്നെ നിങ്ങൾ ഇറച്ചി തിന്നും. അവർ ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഇറച്ചി ആയിരിക്കാം ചോദിച്ചത്. ഒരു ചേഞ്ച്, ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അവർക്ക് മടുപ്പായി തോന്നി. ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ചാണ് അവർ ഇറച്ചി വേണമെന്ന് ആഗ്രഹിച്ച് പ്രശ്നമുണ്ടാക്കിയത്. ഇതാ ദൈവം പറയുന്നു, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസവുമല്ല, 10 ദിവസവുമല്ല, 20 ദിവസവുമല്ല, ഒരു മാസം മുഴുവനും തിന്നുവാനുള്ള ഇറച്ചി ഞാൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് എന്തെങ്കിലും കാര്യം അസാധ്യമാണോ? ഒരിക്കലുമല്ല. എത്രയധികം നന്മകൾ ദൈവം ചെയ്താലും അത് അനുഭവിക്കുമ്പോഴുള്ളൊരു സന്തോഷമല്ലാതെ അതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവത്തിന് ഒരു നന്ദി പറയാതെ പിന്നെയും അവരവരുടെ സ്വഭാവത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം പറഞ്ഞത് പ്രകാരം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റു. അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അങ്ങനെ അവയെ പാളയത്തിന് ചുറ്റിലും ചിക്കി. സ്തോത്രം. ഒരു നേരത്തേക്കുള്ള ഇറച്ചിയായിരിക്കാൻ ചോദിച്ചത്. എന്നാൽ ദൈവം കൊടുക്കുമ്പോൾ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് നൽകുന്നത്. സ്തോത്രം. ദൈവം ആരാണെന്ന് ഇത് അനുഭവിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. വെറും നിസ്സാരക്കാരനായി ദൈവത്തെ എഴുതി തള്ളാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അത്ഭുതമായി തോന്നണം. ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്തവരുടെ മുൻപിൽ വളരെ വലിയ അത്ഭുതമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് തിന്ന് മടുത്തു പോകുവാൻ തക്കവണ്ണം അവരുടെ മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ഒക്കെ ഇറച്ചി ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. സ്തോത്രം. തിന്ന് അത്രയ്ക്ക് അവർ മടുത്തു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും അറുതി വരുത്തുവാൻ ദൈവത്തെ കൊണ്ടാകും എന്ന്
ഈ ഒരു സംഭവം ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു. ഈ ദിവസം എൻ്റെ പ്രശ്നം ഇതുവരെയും പരിഹരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടില്ലല്ലോ, എനിക്കൊരു മറുപടി എങ്ങനെ ലഭിക്കും? ആര് എനിക്ക് ഇതിന് മറുപടി നൽകും? ഇതിന് പരിഹാരം ആര് വരുത്തുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. മരുഭൂമിയിൽ 30 ലക്ഷം ജനത്തിന് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് തീറ്റി തൃപ്തരാക്കി അവർക്ക് വെറുപ്പ് തോന്നത്തക്കവണ്ണം അത്രയും അവരെ പോറ്റിപ്പുലർത്തിയ ദൈവം ഇന്നും ശക്തിയുള്ളവനാണ്. ദൈവത്തിൻ്റെ കൈ കുറുതായി പോയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കാതിരിക്കുകയില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഈ സംഭവം നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നത് നമ്മെ വിശ്വാസത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രിയപ്പെട്ടവരാ നിങ്ങളോട് പറയാറുള്ളത്. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നാം വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വലിയ വൻ കാര്യങ്ങൾ ചെയ്യും. ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് വേണ്ടിയും ഒരത്ഭുതം ചെയ്യണമേ, എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തണമേ, എന്നെയും ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായും ഒരു വിടുതലും ഒരനുഗ്രഹവും ആമേൻ ഒരു തൃപ്തിയുടെ അനുഭവവും ദൈവം നമുക്ക് നൽകി തന്ന് എല്ലാവരെയും സഹായിക്കും. ഈ വചനം നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അമ്മേ, കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.